कुंभ में वायरल हुई युवती मोनालिसा से जुड़ी ये खबर है। मोनालिसा को फिल्म का ऑफर देने वाला डायरेक्टर जो है उसे गिरफ्तार यहां पर किया गया है। रेप के मामले में डायरेक्टर सनोज मिश्रा गिरफ्तार किया गया है। नमस्कार, मेरा नाम मोनालिसा है। लेकिन मुझे लगता है मेरी बात आप सब आज मोनालिसा जी പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊണാലിസ ബോസ്ലെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് വൈറലായ ഒരു 16 വയസ്സുകാരി തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയും ഒടുക്കം ബോബി ചെമ്മണ്ണൂര് തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ളൊരു വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടുത്തെ 16കാരി ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്ത കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിങ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അങ്ങനെ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഈ സംവിധായകൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകൻ പീഡന കേസിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ളതാണ്. പീഡന കേസിൽ ഈ സംവിധായകൻ അറസ്റ്റിലായതുകൊണ്ട് മൊണാലിസയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കുഴപ്പമുണ്ട്. അതായത് ഈ പെൺകുട്ടി വൈറലായി, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഈ പെൺകുട്ടിയും കുടുംബവും രക്ഷപ്പെടണം. അതിനുള്ള ഏക മാർഗ്ഗം ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച് പോപ്പുലർ ആകുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സനോജ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സംവിധായകൻ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റിലാകുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഭാവി ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഒരു സംവിധായകനെ ഇങ്ങനെ പീഡന കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിനെ തുടർന്ന് ഈ മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ മൊണാലിസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംവിധായകന്റെ ഈ പീഡന കേസിനെ കുറിച്ച് ഡൽഹി പോലീസ് പറയുന്നത് ഇദ്ദേഹം 2020 ഉത്തർപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം ടിക്ടോക്ക് വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സൗഹൃദത്തിലാകുകയും സിനിമയിൽ അവസരം നൽകാം എന്നുള്ള വാഗ്ദാനം ഈ പെൺകുട്ടിക്ക് നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉത്തർപ്രദേശിലേക്ക് വിളിപ്പിച്ച് അവിടെ റിസോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. അതുകൂടാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 3 തവണ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി ആരോപണത്തിൽ പറയുന്നുണ്ട്. 2025 ജനുവരിയിൽ ഇവരുടെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും അങ്ങനെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരുപാട് സിനിമയിൽ അവസരങ്ങൾ നൽകാമെന്ന് ഇദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ ധാരാളമായിട്ട് നൽകിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുകടന്ന് പീഡിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൂടാതെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ അനവധി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അത് മുൻകൈ എടുത്ത് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ കോടതിയിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയത്. ഈ സംവിധായകന്റെ 2 സിനിമകൾ നിർമ്മിച്ച ജിതേന്ദ്ര നാരായണ മിശ്ര അതുപോലെ തന്നെ വാസി റസുഖി എന്ന് പറയുന്ന 2 നിർമ്മാതാക്കൾ അവരവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അത് ഈ മൊണാലിസ ബോസ്ലെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു.
അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ സംവിധായകൻ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവർ രണ്ടുപേരും അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പറഞ്ഞത്. അതിനകത്തിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ബോംബെയിൽ എത്തിച്ച് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അതുപോലെ സെറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന് വലിയ കെണിയിൽ കൊണ്ടുവന്ന് ചാടിക്കും എന്നുള്ള രീതിയിൽ ഈ രണ്ട് നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ സംവിധായകൻ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ ഡൽഹി പോലീസിലും അതുപോലെ തന്നെ മുംബൈ പോലീസിലും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്, ബോബി ചെമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ കട ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ ഈ പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതും എല്ലാം ഇദ്ദേഹമാണ്. നമ്മൾ കണ്ടതാണ് വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ഇദ്ദേഹം ഇങ്ങനെ ഈ കുടുംബത്തെ മൊത്തമായിട്ട് ട്രാപ്പ് ചെയ്ത് ഈ പെൺകുട്ടിയെയും ഈ കുടുംബത്തെയും ഈ ബോംബെയിൽ എത്തിക്കുകയും അവിടെ ആക്ടിങ് സ്കൂൾ എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹോട്ടലൊക്കെ എടുത്തു കൊടുത്ത് ആ പെൺകുട്ടിയെ അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് ഈ പെൺകുട്ടിയുമായിട്ട് നേപ്പാൾ സന്ദർശിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. ഈ പെൺകുട്ടി എവിടെയൊക്കെ പോകുന്നുണ്ട്, ഏതൊക്കെ ഉദ്ഘാടനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംവിധായകനാണ്. അതായത് പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രസിദ്ധി ഉണ്ടാവുന്നുണ്ട് ആ പ്രസിദ്ധിയുടെ ഒരു അംശം ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകനെ കേരളത്തിലുള്ള ആളുകളും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളും കൂടുതലായിട്ട് അറിഞ്ഞത് ഈ മൊണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി മുഖാന്തരമാണ്. ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വലിയ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണം പുറത്ത് വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെയും കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിച്ചു. അതായത് എനിക്ക് ഈ സംവിധായകൻ എന്ന് പറയുന്നത് ഒരു അപ്പനെ പോലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. नमस्कार, मेरा नाम मोनालिसा भोसले है और मैं कोई बम्बई वगैरह कहीं नहीं गई. अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. आप जैसा सोच रहे वैसा कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं. ऐसे कुछ सनोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मानते हैं. आज तो जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें है. मैंने खुद देखा है, सनोज मिश्रा बहुत इज्जतदार है, बहुत अच्छे है. उनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा. അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ മൊണാലിസയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വൈറലായതിനെ തുടർന്ന് സിനിമയിൽ അഭിനയിച്ചില്ല എങ്കിൽ പോലും ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ഒരുപാട് ഉദ്ഘാടനങ്ങളുണ്ട്, അതുപോലെ തന്നെ പൊതുപരിപാടികൾ ധാരാളമായിട്ടുണ്ട്. ഇതിനൊക്കെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുകയും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണ്. അതായത് അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തുമില്ല. പൂർണ്ണമായിട്ട് ഈ കുടുംബത്തെ നിയന്ത്രിച്ച് കൊണ്ടു നടന്നത് ഇദ്ദേഹമാണ്. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നിടം വരെ. ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതോടുകൂടി ഈ കുടുംബം പെട്ടുപോയി എന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള സകല ജനങ്ങളും ആഗ്രഹിച്ചത് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആദ്യം മുതലേ ഇങ്ങനെ ആളുകളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇദ്ദേഹവുമായിട്ട് പരിചയമുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെയും ഈ കുടുംബത്തെ കൊണ്ട് തന്നെ ഇദ്ദേഹം അങ്ങനല്ല, ഇദ്ദേഹം നല്ല ആളാണെന്ന് പറയിപ്പിച്ച് വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എല്ലാ ആളുകളും കണ്ടതാണ്. അവസാനം ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട്, അതൊക്കെയും ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മുംബൈയിലെ സിനിമ എന്ന് പറയുന്നത് അത് മയക്കുമരുന്നും അധോലോകവും ഒക്കെ ഉൾപ്പെട്ട ഒരു ലോകമാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയും ചെന്നെത്തിയത്. അപ്പോൾ അവിടെ നിയന്ത്രണവുമായിട്ട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് ഈ ഒരു സംവിധായകനാണ്. അപ്പോൾ ഈ സംവിധായകന് എതിരെ വന്നിരിക്കുന്ന ആരോപണം ഇപ്പോൾ കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സംവിധായകൻ അറസ്റ്റിലായതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ ഭാവി രക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാവി അവതാളത്തിലായതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.